आप सबको यह बता दें कि एच.एल. ओम प्रकाश वाल्मीकि जी की आत्मकथा जूठन की अनुदित रचना। എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തിരിക്കുന്ന വിഷയം ജനാധിപത്യത്തെക്കുറിച്ചാണ്. ജനാധിപത്യ നീതിയുടെ ജൈവ മേഖലകൾ എന്ന വിഷയമാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് സംവദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഓം പ്രകാശ് വാൽമീകിയുടെ എച്ചിൽ എന്ന ആത്മകഥ അതിൻ്റെ ഒരു പുനർവായനയാണ് അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അധികാരം എന്ന വാക്ക് നമ്മളിലേക്ക് കൊണ്ടുവരുന്ന അനേകം അർത്ഥതലങ്ങളുണ്ട്. അധികാരം എന്നാൽ നീതിയാണ് എന്നും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇവിടെ ചർച്ച ചെയ്യാൻ ഉപദേശിക്കുന്ന ചില വാക്കുകൾ അധികാരം, സ്വാതന്ത്ര്യം, നീതി എന്നതിനെക്കുറിച്ചൊക്കെയാണ്. നമ്മൾ പലപ്പോഴും ചരിത്രത്തിൽ കണ്ടുവരുന്നൊരു കാര്യമുണ്ട്. അതായത് അധികാരം നീതിയുടേതാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ അധികാരം അനീതിയുടെ വഴിയെ പോകുമ്പോൾ അത് വളരെ സ്വാഭാവികമായി മാറുകയും നമ്മളെല്ലാം ഈ അനീതിയെ പിന്തുണയ്ക്കുന്ന ഒരു മഹാഭൂരിപക്ഷത്തിൻ്റെ കൂടെ ചേരുകയും ചെയ്യും. അത് വളരെ സ്വാഭാവികമാണ്. കാരണം നമ്മളെല്ലാം ഭയമുള്ള ആളുകളായതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ എച്ചിൽ പോലുള്ള അല്ലെങ്കിൽ അർക്കാമാഷി പോലെയുള്ള കൃതികളൊക്കെ വായിക്കുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ജീവിത അന്തരീക്ഷം അതിലുണ്ട്. നമ്മളിൽ എത്ര പേർക്ക് നമ്മുടെ കേരളീയ അനുഭവത്തിൽ അത്രത്തോളം ഭീകരമായ അനുഭവങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല. ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അന്വേഷണം മനുഷ്യചരിത്രത്തിൻ്റെ തുടക്കം മുതലുള്ളതാണ്. എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെ യാത്ര പ്രകൃതിയുടെ അപ്പുറത്തേക്ക് നീങ്ങുന്നില്ല എന്ന് കാണാം. സ്വാതന്ത്ര്യത്തിലൂടെ പ്രകൃതിയിൽ നിന്ന് വേർപെട്ട് അന്യവൽക്കരിക്കപ്പെട്ട് വളർത്തിക്കൊണ്ടുവരുന്ന തൻ്റെ വ്യക്തിപരമായ സത്ത മടക്കിക്കൊടുത്ത് വീണ്ടും പ്രകൃതിയുമായി തീരുക എന്നത് മനുഷ്യജീവിതത്തിൻ്റെ അനിവാര്യതയാണ്. ഇത് ശാരീരികമായ മരണം സംഭവിക്കാതെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യന് മാത്രം സാധിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത്. ഞാൻ ഇന്നത്തെ ഈ വിഷയത്തെ രണ്ട് നമ്മുടെ ക്രിയകളുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. മനുഷ്യജീവിതത്തിലെ ക്രിയകൾ. അതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആദ്യത്തെ ഘട്ടത്തിൽ നമ്മളിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള വിടുതൽ ആഗ്രഹിക്കുകയും നമ്മളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ നമ്മളൊരു തിരിച്ചുവരവുണ്ട്. നമ്മൾ സമൂഹത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റി സ്ഥാപിക്കാൻ ശ്രമിച്ചതിന് ശേഷം തിരിച്ച് പ്രകൃതിയിലേക്കുള്ളൊരു മടക്കം. അതിനെയാണ് ഇവിടെ സൈദ്ധാന്തികമായിട്ട് സമീപിക്കുന്നത്. മനുഷ്യൻ അപ്രകാരം 2 തരത്തിലുള്ള യാത്രകളിൽ പങ്കെടുക്കുന്നു എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 2 തരത്തിലുള്ള തിരിച്ചുവരവിലും. 1 പ്രകൃതിയുടെ സ്വന്തം പ്രയത്നത്തിലൂടെ, 2 ബോധപൂർവം ക്രിയാത്മകമായി. അതിൽ ശാരീരികമായ അന്യവൽക്കരണം എന്ന് പറയുന്നത്, അതായത് അലൈനേഷൻ എന്ന് പറയുന്നത് മനുഷ്യനടക്കം എല്ലാ ജന്തുക്കളിലും സംഭവിക്കുന്നുണ്ട്. പക്ഷേ അത് സ്വയം അറിയാത്ത ഒരു ജീവശാസ്ത്രപരമായ പ്രക്രിയയാണ്. നമ്മളിലൂടെ സ്വാഭാവികമായിട്ട് അത് സംഭവിച്ചു പോവുകയാണ്. ശാരീരികമായ പുനഃസംയോഗം അല്ലെങ്കിൽ റീയൂണിഫിക്കേഷൻ എന്ന് പറയുന്നത് മെറ്റബോളിസത്തിൻ്റെ പ്രക്രിയയായിട്ടും മനുഷ്യനിൽ പ്രകടമാകുന്നുണ്ട്. അത് മാനസികമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നിടത്താണ്. ഒരു മനുഷ്യനെ ഒരു സ്വതന്ത്രനാകലും അവന് സ്വയം ചെയ്തു തീർക്കേണ്ട കുറേ ക്രിയകളുണ്ട്. ഓരോ മനുഷ്യജീവിക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്വന്തം ഇച്ഛാശക്തിയാൽ ഈ പ്രക്രിയ 2 തലത്തിൽ സംഭവിക്കുന്നുവെന്ന് നമ്മൾ കാണുന്നു. ഞാൻ ഇതെല്ലാം പറയുമ്പോഴും ഇത് നയിക്കപ്പെടുന്നത് എച്ചിലേക്കാണ്. വാൽമീകി അനുഭവിച്ച അനുഭവങ്ങളിലേക്കാണ്. 1 പ്രകൃതിയിൽ നിന്നുള്ള അന്യവൽക്കരണവും പുനഃസംയോഗവും, 2 സമൂഹത്തിൽ നിന്നുള്ള അന്യവൽക്കരണവും പുനഃസംയോഗവും. നമ്മളുടെ അനുഭവങ്ങളെ എങ്ങനെയാണ് പ്രപഞ്ചത്തിൽ നിന്ന് എടുക്കുന്നത്, നമ്മളതിനെ എങ്ങനെയാണ് പ്രപഞ്ചത്തിലേക്ക് തിരിച്ചു കൊടുക്കുന്നത് എന്നൊക്കെയുള്ളത് വലിയൊരു കാര്യങ്ങളാണ്. നമ്മുടെ അനുഭവങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ചില മനുഷ്യരെക്കുറിച്ച് പറയും അത് അവരങ്ങനെ അനുഭവിച്ചതുകൊണ്ടാണ്. നമ്മൾ അനുഭവിച്ച വേദനകളെല്ലാം നമ്മൾ ലോകത്തിന് തിരിച്ചു കൊടുക്കണമെന്ന് ശടിക്കുകയാണെങ്കിൽ ഭൂമിയിൽ എത്ര നല്ല മനുഷ്യരുണ്ടാവും അല്ലേ? അപ്പോൾ ഇതിനകത്ത് വലിയൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. 2 തട്ടുകളിൽ നിന്ന് സമാന്തരമായി ഉയരുകയും പതിക്കുകയും ചെയ്യുന്ന 2 പ്രോജക്റ്റുകൾ പോലെയാണ് അത്. പ്രകൃതിയിൽ നിന്ന് അടർന്ന് ആദ്യം അവൻ ജീവിയാകുന്നു. നമ്മളുടെ ഒരു വളർച്ചാഘട്ടം പരിശോധിക്കുക. പിന്നീട് സമൂഹത്തിൽ നിന്ന് അടർന്ന് വ്യക്തിയും, അങ്ങനെ ജീവിയും വ്യക്തിയുമായിത്തീരുന്ന മനുഷ്യൻ തിരികെ സമൂഹത്തെ കണ്ടെത്തുന്നു. അതിനുശേഷം പ്രകൃതിയെയും. ഇതെല്ലാം അടങ്ങുന്നതാണ് നമ്മൾ മനുഷ്യരുടെ ക്രിയാമണ്ഡലം എന്ന് പറയുന്നത്. മനുഷ്യൻ അനുഭവിക്കുകയും ഏർപ്പെടുകയും ചെയ്യുന്ന ക്രിയകളെ നമുക്ക് ഇത്തരത്തിൽ വേർതിരിക്കാം. അതായത് മനുഷ്യൻ്റെ ക്രിയകൾ, അതായത് ഹ്യൂമൻ ആക്ഷൻസ്, ശാരീരികമായ ക്രിയകൾ ഫിസിക്കൽ ആക്ഷൻ, ബോധപൂർവകമായ അന്യവൽക്കരണം ബോധപൂർവമായ ക്രിയകൾ കോൺഷ്യസ് ആക്ഷൻസ് എന്ന് വേർതിരിക്കാം. ഇതിൽ ശാരീരികമായ ക്രിയകളെ നമ്മൾ അലൈനേഷൻ എന്നും റീയൂണിഫിക്കേഷൻ 2ആയിട്ട് തിരിക്കുകയും അതിനകത്ത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അന്യവൽക്കരണം പുനഃസംയോഗം നടക്കും.
അതായത് നമ്മൾ പല പല പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ അത് ചാക്രികമാണെന്ന് നമ്മൾ പിന്നീട് കണ്ടെത്തും. മനുഷ്യൻ അവനെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ്റെ ക്രിയകളെ ഉപയോഗിക്കുന്നത്. അത് സർഗാത്മകമായ ക്രിയകളുമുണ്ട്, സംയോഗാത്മകമായ ക്രിയകളുമുണ്ട്. സർഗാത്മകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ സ്വതന്ത്രനാക്കുന്ന ക്രിയകളെയാണ്. അതായത് അവൻ ബോധതലത്തിൽ തന്നെ സമൂഹത്തിൽ നിന്ന് വേർപെടാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും അതെ, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പിറവി മുതൽ ഉള്ള മനുഷ്യൻ്റെ ഒരു അസ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതിൽ നിന്ന് അവൻ എങ്ങനെയാണ് അവൻ്റെ ഐഡൻറ്റിറ്റി സ്ഥാപിക്കുന്നത്? അവൻ അവൻ്റെ കുടുംബത്തിൽ നിന്ന് അകലുന്നു, സമൂഹത്തിലേക്ക് അടുക്കുന്നു. പിന്നീട് അവൻ തൻ്റെ വ്യവസ്ഥിതിയോട് വെല്ലുവിളിക്കാനും എതിരിടാനും ആരംഭിക്കുന്നു. അവിടെ അവൻ പ്രതിഷേധിക്കുന്നുണ്ട്, യുദ്ധം ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ സ്വയം നിർവചിക്കുന്ന, പ്രതിഷേധിക്കുന്ന, സമ്മതിച്ചു കൊടുക്കാത്ത മനുഷ്യനാണ് സർഗാത്മകമായ ക്രിയയിൽ ഏർപ്പെടുന്നതെന്ന് നമ്മൾ പറയേണ്ടി വരും. അതുപോലെ വ്യക്തിത്വത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് കാലാകാലങ്ങളിലായിട്ട് അനുഭവങ്ങളിലൂടെയും പലതരത്തിലുള്ള വ്യവസ്ഥകളിലൂടെയും ഒക്കെ കടന്നു വരുന്ന മനുഷ്യനെക്കുറിച്ചാണ്. പരാജയങ്ങൾക്കുള്ളിലൂടെ കോർത്തെടുത്തു പോരുന്ന ഒരു വിജയത്തിൻ്റെ ചരട് അവൻ്റെ കൈകളിലുണ്ട്. നമ്മൾ എച്ചിൽ വായിക്കുമ്പോൾ ഈ അനേകം ഈ ഓം പ്രകാശ് വാൽമീകി കടന്നു വരുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഞെട്ടിക്കുന്നതാണ്. അവിടെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി ഇല്ലേ? അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പോയിന്റിലേക്ക് പോകേണ്ടി വരും. അധികാരം അവിടെ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട്, പക്ഷേ അത് ആരെയാണ്? അത് അനുകൂലിക്കുന്ന കുറച്ച് ന്യൂനപക്ഷത്തിൻ്റെ കയ്യിൽ മാത്രം ആവുകയും അവിടെ അനീതി വളരെ സ്വാഭാവികമായിട്ട് നീതി പോലെ പാലിക്കപ്പെടുകയും ചെയ്യുന്നു. അവിടെ അഭ്യസ്തവിദ്യരായ മനുഷ്യർ പോലും ഇത് അനീതിയാണ് എന്ന് ശബ്ദിക്കുന്നില്ല. ഓം പ്രകാശിനോട് അയാളുടെ അധ്യാപകർ പെരുമാറുന്ന വിധം, അയാളോട് അവരുപയോഗിക്കുന്ന മർദ്ദനമുറകൾ, ചുഹറ എന്ന ജാതിയിൽപ്പെട്ട ആളാണ് എന്ന എവിടെയെല്ലാം അയാൾ തിരിച്ചറിയപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം അയാൾ തികച്ചും മനുഷ്യവിരുദ്ധമായ, മൃഗങ്ങളോട് പോലും കാണിക്കാത്ത തരത്തിലുള്ള ഒരു അനീതി അയാൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഇനി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളെ മനുഷ്യരെ എപ്പോഴും തടയുന്നത് സ്വാഭാവികമായിട്ടും ആന്തരികമായൊരു പ്രതിബന്ധമാണ്. നമ്മളിവിടെയുള്ള, എനിക്ക് എല്ലാ ചർച്ചകളൊന്നും മനസ്സിലായില്ല, എങ്കിലും ഞാൻ കുറേയൊക്കെ മനസ്സിലാക്കിയെടുത്തതിൽ നിന്ന് മനസ്സിലായത് നമ്മളുടെ ഏറ്റവും വലിയ പ്രതിബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ആന്തരികമായ പ്രതിബന്ധമാണ്. നമ്മളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ തടയുന്നത് നമ്മുടെ ആന്തരികമായ പ്രതിബന്ധമാണ്. സ്വതന്ത്രനാകാൻ സമ്മതിക്കാത്ത തരത്തിലുള്ള സ്വാതന്ത്ര്യത്തോടുള്ള ഭയം എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവും. സ്വാതന്ത്ര്യം എപ്പോഴും അതിൻ്റെ ചുമതലകളെ, സ്വതന്ത്രനായ ഒരാൾ സ്വയം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം ഇച്ഛിക്കുന്ന ആളുകൾ കൂടുതലായിട്ടുണ്ടാവാത്തത്? അതിൻ്റെ കാരണം നമ്മൾക്ക് ചുമതലകൾ ഏറ്റെടുക്കാൻ ഭയമുള്ളത് കൊണ്ടാണ്. ഞാൻ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനതിനു വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഞാനതിനു വേണ്ടി ഒരു മഹാഭൂരിപക്ഷം അങ്ങനെ അല്ലാതെ കിടക്കുമ്പോൾ ഞാനൊരു ന്യൂനപക്ഷമാവുകയും എൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളണം. അപ്പോൾ അതിനകത്ത് എനിക്ക് ഒരു ഭയമില്ലായ്മ വേണം. നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് ജീവിതത്തിൽ ഭയപ്പെടുക എന്നുള്ളതാണ്. എനിക്ക് പേടിയാണ്. എത്രയോ ആളുകൾ പറഞ്ഞു എനിക്ക് പേടിയാണ്, അല്ല എനിക്കത് വയ്യ. അപ്പോൾ പേടിക്കുന്നതാണ് നമുക്ക് എളുപ്പം. അപ്പോൾ ഏറ്റവും സുരക്ഷിതമായ വലയങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ്. അത് വലിയൊരു അനീതിയായി മാറുകയാണ്. ആനന്ദ് പറയുന്നൊരു കാര്യമുണ്ട്, അതായത് വിരിയാൻ ഭയക്കുന്ന പൂക്കളായി തേനീച്ച കൂട്ടിലെയോ ഉറുമ്പിൻ കൂട്ടിലെയോ തൊഴിലാളി പട പോലെ അവർ ജീവിച്ചു പോകുന്നു എന്നാണ് ആനന്ദ് മനുഷ്യരെക്കുറിച്ച് പറയുന്നത്. വളരെ എളുപ്പമാണ്, നമ്മളൊരു കൂട്ടത്തിലും കൂടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയുടെ ആദ്യം പറഞ്ഞത് അധികാരം എന്ന് പറയുന്നത് അധികാരത്തിലിരിക്കുന്ന ആളുകൾ അനീതിയുടെ വക്താക്കളായിട്ട് മാറുമ്പോൾ നമുക്ക് എളുപ്പം എന്താണ്? നമ്മളും അനീതിയുള്ള ആൾക്കാരായി മാറുക എന്നുള്ളതാണ്. ആ ഒരു സമൂഹത്തിൽ എന്താവുന്നു? അത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുകയും അതിനെതിരെ നിൽക്കുന്ന ആൾക്കാർക്ക് നേരത്തെ ഈ പറഞ്ഞ നിർഭയത വേണം. നിർഭയത ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മളെ അപകടപ്പെടുത്തുക എന്നുകൂടിയാണ്. സ്വാതന്ത്ര്യത്തെ അഭിമുഖീകരിക്കുന്ന മനുഷ്യന് മുമ്പിൽ 3 വഴികളുള്ളതായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ ജന്മനാ കിട്ടുന്ന സ്വാതന്ത്ര്യത്തോട് മനുഷ്യൻ 3 വിധത്തിൽ പ്രതികരിക്കുന്നുണ്ട്. 1 പലായനത്തിൻ്റെയും മൃത്യുവാഞ്ചയുടെയും. എളുപ്പം, അത് നമുക്ക് ഒളിച്ചോടാനും പറ്റും, നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പോകുന്ന ഏറ്റവും എളുപ്പമാണ്. 2 സ്വാർത്ഥതയുടെയും ജീവിത ആവേശത്തിൻ്റെയും. 3 സാർത്ഥകമായ പ്രയോഗത്തിൻ്റെ. ഓം പ്രകാശ് വാൽമീകി ഇതിലേത് വഴികളിലൂടെയാണ് സഞ്ചരിച്ചത് എന്ന് നമുക്ക് ആത്മകഥ വായിക്കുമ്പോൾ മനസ്സിലാവും. അയാളുടെ ഐഡൻറ്റിറ്റിയെ മാറ്റി നിർത്തുന്നില്ല. ഓം പ്രകാശ് വാൽമീകി എന്ന പേരിൻ്റെ വാൽമീകി എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെന്ന് തോന്നിക്കും. അങ്ങനെ തെറ്റിദ്ധരിച്ച് അയാൾക്ക് ബഹുമാന്യത കൊടുത്ത ആളുകൾ തന്നെ ഇയാൾ ചുഹര ജാതിയാണെന്ന് അറിയുമ്പോൾ ഇയാൾ ആട്ടി ഓടിക്കുകയും മൃഗീയമായിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇയാളുടെ ഭാര്യ പറയുന്നുണ്ട്, എന്തിനാണ് ഈ വാൽമീകി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്? അത് കള. അപ്പോഴും അയാളത് കളയാൻ തയ്യാറാവുന്നില്ല. അപ്പം നമ്മുടെ സ്വത്ത് നിലനിർത്തിക്കൊണ്ട് നേരത്തെ പറഞ്ഞ പലായനമോ മൃത്യുവാഞ്ചയോ രണ്ടാമത് പറഞ്ഞ സ്വാർത്ഥതയോ ജീവിത ആവേശമോ ഒന്നുമല്ല,
വാൽമീകിയെ മുന്നോട്ട് നയിക്കുന്ന എന്താണ്? അതിൻ്റെ സാർത്ഥകമായ പ്രയോഗമാണ്. അയാൾ ആ ചുഹര ജാതിയിൽ നിന്നുകൊണ്ട് തന്നെ അയാൾക്ക് വലുത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അയാൾ ഇടയ്ക്ക് മനസ്സിലാക്കുന്നുണ്ട്, വിദ്യാഭ്യാസം നേടിയ ഒരാൾക്ക് സമൂഹത്തിൽ സ്ഥാനമുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുന്നുണ്ട്. അയാൾ ഒരു നാട്ടിലുള്ള ഒരു ജന്മിയുടെ കൊച്ചുമകൻ ഇവരുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഓം പ്രകാശ് വാൽമീകിയുടെ ഭാര്യ കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ട് വളരെ നല്ല രുചിയുണ്ട്, ഞങ്ങളുടെ വീടുകളിലൊന്നും ഇത്തരം ആഹാരം പാകം ചെയ്യാറില്ല ഇത്രയും രുചിയിൽ എന്ന് പറയുമ്പോൾ വാൽമീകി ചുരുണ്ടു പോകുന്നുണ്ട്. അതിൻ്റെ കാരണം അവരുടെ വീട്ടിൽ എച്ചിൽ കഴിച്ചിട്ടുള്ള ആളാണ് വാൽമീകി. ഭാര്യയ്ക്ക് അനുഭവം ഇല്ല. അപ്പം ജീവിതത്തിൻ്റെ പല തട്ടുകൾ കണ്ട ആളാണ്. അതിജീവനത്തിൻ്റെ വിമോചന ശാസ്ത്രമായിട്ട് നാം സാഹിത്യത്തെ വായിക്കുന്നുണ്ട്. അതിൽ വേർതിരിക്കപ്പെട്ടവൻ്റെയും അവഗണിക്കപ്പെട്ടവൻ്റെയും വേദനിക്കുന്ന പ്രതിരോധം കൂടിയാണ് സാഹിത്യം. ഹൈന്ദവ ബൗദ്ധിക പാരമ്പര്യത്തിനെതിരായ പ്രതിരോധ പ്രസ്ഥാനമായിട്ടാണ് ദളിത് രചനകൾ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. 1960കളുടെ അന്ത്യത്തിലും 70കളിലും മഹാരാഷ്ട്രയിൽ ജന്മമെടുത്ത് വികസിക്കുകയും പിന്നീട് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പടരുകയും ചെയ്തു. വിമോചന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടാണ് ദളിത് സാഹിത്യം ഉടലെടുക്കുന്നത്. ദളിത് എന്ന പദം പ്രചാരത്തിൽ കൊണ്ടുവന്നത് 1970 ആദ്യം മഹാരാഷ്ട്രയിൽ രൂപം കണ്ട ദളിത് പാന്തർ പ്രസ്ഥാനമാണ്. അടിച്ചമർത്തപ്പെട്ട എന്നാണ് മോൾസ്വർത്തിൻ്റെ മറാത്തി ഇംഗ്ലീഷ് നിഘണ്ടുവിൽ. ദളിത് എന്നതിന് നിലം പിളർക്കപ്പെട്ടത്, ചിഹ്നപ്പെട്ടത് എന്നൊക്കെയാണ് അർത്ഥം. മറാത്തിയിൽ ദളിത് പ്രയോഗത്തിൽ ഗോതമ്പ് കുത്തി അതുകൊണ്ടുണ്ടാക്കുന്ന പാൽക്കഞ്ഞിക്ക് മറാത്തിയിൽ ദലിയ എന്ന് പറയും. ആ അർത്ഥത്തിലും ദലിത് എന്ന പദത്തിന് മൂലധാതു ദൽ ആണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ടവരാണ് ദളിതർ. 18-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യയിൽ ദളിതർക്കിടയിൽ പുതിയൊരു അവബോധം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതായി കാണാൻ കഴിയും. രാജസ്ഥാനിലെ രാമദീയ പാന്ത്, നവാൽ ധർമ്മം, മധ്യപ്രദേശിലെ സത്യനാമി പാന്ത്, വടക്കേ ഇന്ത്യയിലെ കബീർ പാന്ത്, മഹാരാഷ്ട്രയിലെ വർക്കാരി പാന്ത്, ആന്ധ്രയിലെ നസ്രയ്യ സെക്ട്, ബംഗാളിലെ മാധുവ സെക്ട് തുടങ്ങിയ ദളിത് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടിരുന്നു. ഞാൻ ചുമ്മാ ഇടയ്ക്ക് ചരിത്രം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി അധികാരവും പാരമ്പര്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ പാരമ്പര്യം എന്നത് ചതി നിറഞ്ഞൊരു വാക്കാണ്. നമ്മളൊക്കെ സ്ഥാനത്തും അസ്ഥാനത്തൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് പാരമ്പര്യം. ഒരു ന്യൂനപക്ഷത്തിന് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാനുള്ള ഒരു താക്കോൽ മാത്രമാണത്. നമ്മളിപ്പോഴും അകത്തു നിന്ന് പുറത്തേക്ക് നോക്കുന്ന ആൾക്കാരാണ്. വെളിയിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ നമ്മളെപ്പറ്റി പറഞ്ഞെന്താണെന്നറിയോ? ഭാരതീയരെ പറ്റി നമ്മൾ ഗോത്ര പാരമ്പര്യം സൂക്ഷിക്കുന്ന ആൾക്കാരാണെന്ന്. നമ്മളുടെ ജാതി മത സമുദായങ്ങൾക്കിടയിലും സമൂഹത്തിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും. നമ്മൾ വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും പരിഷ്കരണം വരാത്ത ഗോത്ര സ്വഭാവങ്ങളുള്ളവരാണ്. നമ്മളുടെ ജാതി എന്തെല്ലാം കാര്യങ്ങളാണുള്ളത് അല്ലേ? ഇതുവരെ ആ ഗോത്രം വിട്ടിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് പറയും? നമ്മൾ ഭയങ്കര പരിഷ്കാരികളാണ് നമ്മൾ പറയുകയും ചെയ്യും. പാരമ്പര്യത്തിൽ ലഭിക്കുന്ന അടിത്തറ അന്നത്തെ സാമൂഹിക സംവിധാനങ്ങളുടെയും സാഹചര്യങ്ങളുടെയും ആകെത്തുകയാണെന്ന് കാണാം. എപ്പോഴും തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് തിളക്കം തട്ടാത്ത തരത്തിൽ പാരമ്പര്യത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ. ദുർബല സമൂഹത്തിൻ്റെ മേൽ അധികാരം സ്ഥാപിക്കുന്നത് ഈ സംഗതി വച്ചാണ്. പ്രാചീന ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ സംസ്കാരത്തിൽ നിന്നും ദളിതൻ്റെ പാദമുദ്രകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് കാണാം. ദളിത് സാഹിത്യം അത്തരത്തിൽ തങ്ങളുടേതായ പുതിയൊരു അധ്യായം തുറക്കുന്നുണ്ട്. അവർ അവരുടെ പാരമ്പര്യത്തിൽ നിന്ന് തന്നെ വികസിപ്പിച്ചെടുക്കുന്നു. അതുകൊണ്ടാണ് സാഹിത്യത്തിൽ പലപ്പോഴും ഭാവനയേക്കാൾ യാഥാർത്ഥ്യങ്ങളും യുക്തിചിന്തയുമൊക്കെ കടന്നു വരുന്നത്. ഈ ഓം പ്രകാശ് വാൽമീകിയുടെ ആത്മകഥ അല്ലെങ്കിൽ ലിംബാളയുടെ അല്ലേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഭാവനയൊന്നുമില്ല. ഭാവനയൊക്കെ നമുക്കാണ്. കാരണം അതിനകത്ത് സത്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ആടുജീവിതത്തിൻ്റെ ആമുഖത്തിൽ പറയുന്ന പോലെ നമ്മൾ അനുഭവിക്കാത്തതെല്ലാം നമുക്ക് കെട്ടുകഥകളാണ് അല്ലേ, കഥകളാണ്. ആചാരങ്ങളും അത്തരം സാഹിത്യം ജീവിതഗന്ധിയല്ലാത്ത കഥകളും കാൽപ്പനിക രചനകളും ഹൈന്ദവ പാരമ്പര്യ ആചാരങ്ങളും മതാത്മക സിദ്ധാന്തങ്ങളും അശാസ്ത്രീയ വിശ്വാസങ്ങളും ഒക്കെ തിരസ്കരിച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. കലാപം, പ്രതിഷേധം, തിരസ്കരണം, പ്രതിരോധം, മതനിരപേക്ഷത, ശാസ്ത്രീയ മനോഭാവം, സർവോപരി ജാതീയത, ചൂഷണം, അന്ധവിശ്വാസം, സാമൂഹിക അസമത്വം ഇതൊക്കെയാണ് സാഹിത്യത്തിന് അടിസ്ഥാന സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ പ്രതിലോമ ശക്തികൾക്കും എതിരെ കലാപം ഉയർത്താൻ സാഹിത്യം ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇനി ഹിന്ദി സാഹിത്യത്തിലെ പ്രതിരോധങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. ഹിന്ദി സാഹിത്യത്തിൽ മറാത്തിയിൽ എത്തുന്ന പോലൊരു വൻ പ്രസ്ഥാനമായി സാഹിത്യം വളർന്നിരുന്നില്ല. എങ്കിലും കീഴാള സാഹിത്യത്തിന് ഉതകുന്ന സാഹിത്യ സൃഷ്ടികൾ ഹിന്ദിയിലുണ്ടായിട്ടുണ്ട്. പ്രേംചന്ദ്, നിരാല, മുക്തിബോധ് തുടങ്ങിയ സാഹിത്യകാരന്മാർ ദളിതരുടെ വിപുലതകളെ പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാഗാർജുനൻ, ത്രിലോചനൻ, രഘുവീർ സഹായ്, സർവേശ്വർ ദയാൽ സക്സേന തുടങ്ങിയ ആധുനിക കവികളും അരുൺ കമൽ, വേണുഗോപാൽ, രാജേഷ് ജോഷി, ആധാ ധാന്യ, ചന്ദ്രകാന്ത് ദേവ്താലെ, വിനോദ് കുമാർ ശുക്ല, വീരൽ സംഗ് പാൽ തുടങ്ങിയ സമകാലീന കവികളും ദളിതരുടെ അനുഭവങ്ങളെ പ്രമേയമാക്കി രചനകൾ നടത്തുകയുണ്ടായി.
ഈ കാലയളവിൽ ഫിക്ഷൻ പോട്രി എന്ന രചനയും പുതിയ പ്രവണതയും മാറുന്നുണ്ട്. അതുപോലെ കഥാകാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അംബേദ്കറുടെ കാലഘട്ടം, നമ്മൾ ദളിത് സാഹിത്യ ചരിത്രത്തെ തന്നെ ഘട്ടങ്ങളായിട്ട് തിരിക്കുകയാണെങ്കിൽ അംബേദ്കർക്ക് മുമ്പും ശേഷവും എന്ന് പറയാം. ഈ ഓംപ്രകാശ് വാൽമീകിയുടെ അനുഭവത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഗാന്ധിജിയെക്കുറിച്ചും ഭഗത് സിംഗിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളൂ. അപ്പം ഓംപ്രകാശിൻ്റെ സുഹൃത്താണ് പറയുന്നത് അംബേദ്കറിനെ കുറിച്ച്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നത്, ആരാണ് ഈ അംബേദ്കർ? ഈ അംബേദ്കറെ വായിച്ചതിന് ശേഷമാണ് ഓംപ്രകാശ് വാൽമീകിയിലൊരു വലിയ പ്രകാശം നിറയുന്നത്. അദ്ദേഹം ഗാന്ധിജി പറഞ്ഞ ഹരിജൻ എന്ന വാക്കിനേക്കാൾ എത്ര മനോഹരമാണ് ദളിതൻ എന്ന പദം എന്ന് മനസ്സിലാക്കുന്നത് ഈ അംബേദ്കറെ മനസ്സിലാക്കിയതിന് ശേഷമാണ്. പിന്നെ ധാരാളം ആത്മകഥാ സാഹിത്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ പിന്നെ ഒരു പേപ്പർ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചേർന്ന് അത് പറയുന്നില്ല. ഇനി നമ്മൾ എച്ചിലേക്ക് കിടക്കുകയാണ്. ചുഹര എന്ന് വിളിക്കപ്പെട്ടിരുന്ന സമുദായത്തിലെ അംഗമായ ഓംപ്രകാശ് വാൽമീകിയുടെ ആത്മകഥയാണ് എച്ചിൽ. ചുഹരച്ചക്ക എന്ന് വിളിച്ച ത്യാഗി വിഭാഗത്തിലെ കുട്ടികൾ ഉപദ്രവിക്കുന്നതായി വിദ്യാഭ്യാസ കാലത്തെ അനുഭവങ്ങളോട് ചേർത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അധികാര വ്യവസ്ഥ എല്ലായ്പ്പോഴും സവർണതയുടെയും മേൽക്കോയ്മയുടെയും കുത്തകയാണ്. സമ്പന്നരുടെ എച്ചിൽ ഭക്ഷണങ്ങൾ ശേഖരിച്ച് ഉണക്കി വറുതി കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്ന ഓർമ്മകളിൽ വാൽമീകിയുടെ ആത്മനിന്ദയുണ്ട്. പൂരിയുടെ കഷ്ണങ്ങളൊക്കെ കിട്ടിയിട്ട് അതുകൊണ്ടൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിട്ട് അവസാനം അവരത് ചൂടുവെള്ളം ഒഴിച്ച് കുടിക്കുകയാണ്. അതുപോലെ വലിയ വീടുകളിൽ ചെന്ന കഞ്ഞിവെള്ളം, അത് അവരെ സംബന്ധിച്ച് വലിയ ലക്ഷറിയാണ്. ആ കഞ്ഞിവെള്ളത്തിന് വേണ്ടി ഇവർ ചെല്ലുന്നതും അവരെ ആക്ഷേപിക്കുന്നതും. ഒരിക്കൽ ഈ വാൽമീകിയുടെ അമ്മ ഒരു വീട്ടിൽ അവരുടെ എച്ചിലെടുത്തു. അതിനുശേഷം അവിടെയുള്ള പലഹാരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അവരുടെ അമ്മയെ അധിക്ഷേപിക്കുന്നതും, ജീവിതത്തിൽ ഒരിക്കലും ശോഭിച്ചിട്ടില്ലാത്ത ആ സ്ത്രീ അവരെ എച്ചിൽ പാത്രം കൂടി അവിടെ കമഴ്ത്തിയിട്ടിട്ട് തിരിച്ചു പോരുന്നതും ആയിട്ടുള്ള. അതുപോലെ ഈ കന്നുകാലികളുടെ തോലുരിക്കുന്ന പണി ഈ വിഭാഗത്തിൻ്റെ ചുഹരക്കാർക്ക് മാത്രമുള്ളതാണ്. ആ പണിയിലേക്ക് ഒരിക്കലും ഓംപ്രകാശിനെ വിടരുതെന്ന് കരുതിയിട്ടും ഒരിക്കലും ഈ ഓംപ്രകാശ് ആ ഒരു പണിയിലേക്ക് പോവുകയും എന്നിട്ട് അവസാനം ഈ പണി കഴിഞ്ഞ് തലയിൽ കൊട്ടയ്ക്കകത്ത് തോലുമായിട്ട് ദേഹം മുഴുവൻ ചോര ഒലിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട്. അമ്മ അലറി കരയുന്നതും നമ്മളെ വല്ലാതെ സ്പർശിക്കുന്ന ജീവിതാനുഭവങ്ങളാണ്, നമുക്കൊന്നും പരിചയമില്ലാത്തത്. അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഓംപ്രകാശ് പറയുന്നതാണ്, ഇതെല്ലാം ഓർക്കുമ്പോൾ ഹൃദയം നുറുങ്ങുന്നു. എന്തൊരു തരത്തിലുള്ള ജീവിതമായിരുന്നു അത്. രാവും പകലുമില്ലാതെ പണിയെടുക്കുന്ന ഞങ്ങളുടെ വിയർപ്പിൻ്റെ വില എച്ചിൽ മാത്രം. എന്നിട്ടും ആരും അതൊരു മോശം കാര്യമേ കണ്ടില്ല, ആരും പശ്ചാത്തപിച്ചില്ല, പരാതിപ്പെട്ടില്ല. അന്നും ഈ ജനാധിപത്യം ഇല്ലേ? അപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ അധ്യാപകൻ ദ്രോണാചാര്യരെക്കുറിച്ചുള്ള പാഠം പഠിപ്പിക്കുന്നതിനിടയിൽ ദാരിദ്ര്യത്തിലാണ് ദ്രോണാചാര്യർ അശ്വത്ഥാമാവിന് അരിമാവ് കലക്കി കുടിക്കാൻ കൊടുത്തതെന്ന് കണ്ണീരോടുകൂടി പറയുക. അധ്യാപകൻ ഒഴുക്കിക്കൊണ്ടായിരുന്നു പറയുന്നത്. ക്ലാസ് മുഴുവൻ വികാരഭരിതമായിരുന്ന കഥ കേട്ടപ്പോൾ ഓംപ്രകാശ് വാൽമീകി എഴുന്നേറ്റ് നിന്ന് മാസ്റ്ററോട് ചോദിക്കുന്നുണ്ട്, പാലിന് പകരം അശ്വത്ഥാമാവിന് അരിമാവ് കലക്കിയ വെള്ളം കിട്ടി, കഞ്ഞിവെള്ളം കുടിച്ച് വിശപ്പെടുക്കുന്ന ഞങ്ങളുടെ സ്ഥിതിയോ? അതാരും ഇതിഹാസങ്ങളിൽ ഒന്നും എഴുതി കണ്ടിട്ടില്ലല്ലോ. ഒരു ഇതിഹാസ കവിയും ഞങ്ങളുടെ ജീവിതത്തെപ്പറ്റി ഒരു വാക്ക് പോലും കുറിക്കാത്തത് എന്താണ്? ആ കുട്ടി ചോദിച്ച ചോദ്യമാണ് ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന്. ചോദ്യങ്ങൾ അധികാരത്തിൻ്റെ പുസ്തകത്തിൽ ചോദ്യങ്ങൾ പലപ്പോഴും അപ്രസക്തങ്ങളായി മാറുന്നു. ചോദ്യം ചെയ്യപ്പെടാത്ത ജനാധിപത്യ വ്യവസ്ഥകൾ നമുക്ക് പുതുമയല്ല. അധികാരം അനീതിയുടെ വഴിയെ സഞ്ചരിക്കുമ്പോൾ ക്രമേണ അനീതിയെ പിന്തുണയ്ക്കുക എന്ന ഏറ്റവും സുരക്ഷിതമായ പാതയിലേക്ക് ആളുകൾ നീങ്ങും. അതോടെ അനീതിയും തിന്മയും ഏറ്റവും സ്വാഭാവികമായ രീതിയിൽ നീതിയും നന്മയും എന്ന പോലെ പരിപാലിക്കപ്പെടും. ഗാന്ധിജിയെയും ഭഗത് സിംഗിനെയും വായിച്ചു പരിചയമുള്ള വാൽമീകി അംബേദ്കറെ വായിക്കുന്നതോടെ അദ്ദേഹത്തിൻ്റെ ലോകം മാറുകയാണ്. ആരാണ് അംബേദ്കർ എന്ന് സുഹൃത്തിനോട് ചോദിച്ച വാൽമീകിയുടെ ലോകം അംബേദ്കറുടെ വായനയോടെ മാറുന്നു. ഹരിജൻ എന്ന ഗാന്ധിജിയുടെ വാക്കിനേക്കാൾ ഭംഗി ദളിതൻ എന്ന വാക്കിനാണെന്ന് തോന്നിപ്പോകുന്നു. പ്രത്യക്ഷത്തിൽ ബ്രാഹ്മണ പേരെന്ന് തോന്നുന്ന പേരാണ് വാൽമീകി. അങ്ങനെ തെറ്റിദ്ധരിച്ചവർ പിന്നീട് ജാതി അറിയുമ്പോൾ അദ്ദേഹത്തെ കടുത്ത അപമാനത്തിലേക്കും വേദനകളിലേക്കും തള്ളിയിടുന്നുണ്ട്. വാൽമീകി എന്ന ഇനിഷ്യൽ ഉപേക്ഷിക്കാൻ അദ്ദേഹം ഏത് അപമാനങ്ങൾക്കിടയിലും തയ്യാറാകുന്നില്ല. എന്നു മാത്രമല്ല, താൻ ചുഹറ ജാതിയിൽ നിന്നാണ് വരുന്നതെന്ന് മറയ്ക്കാനും ശ്രമിച്ചിരുന്നില്ല. അത്തരത്തിലുള്ള അനേക സന്ദർഭങ്ങൾ ആത്മകഥയിലുണ്ട്. വ്യക്തിസത്തയെ നിലനിർത്തിക്കൊണ്ട് സാമൂഹിക സത്തയിൽ സ്വത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ക്രിയകളിലൂടെ സഞ്ചരിച്ച ജീവിതം എന്ന നിലയിലാണ് ഓംപ്രകാശ് വാൽമീകിയുടെ ജീവചരിത്രത്തെ നാം വിലയിരുത്തേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇതിനോടൊപ്പം വായിക്കേണ്ട അനേകം കൃതികളുണ്ട്, പരാമർശിക്കേണ്ടതുണ്ട്. എങ്കിലും കുറഞ്ഞ സമയമുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു കൃതിയിൽ മാത്രമായിട്ട് നിർത്തിയാണ്. ഇതിന് സമാനമായിട്ട് മലയാള സാഹിത്യത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തരം തീക്ഷ്ണമായ അനുഭവങ്ങളുള്ളത് മലയാളത്തിലില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം.